നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നാളെ വരെയും ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മക്ക ഏരിയകളിലും നേരിയതോ ഇടത്തരമായിട്ടുള്ള മഴ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കുന്നത്. തായിഫ്, മെയ്സാൻ, അൽ മുഹൈഫ, തുർബ, അലൈത്ത്, ഗുൽഫുദ, ജിദ്ദ, റാബിക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയും ആലിപ്പഴ വർഷവും അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ നൽകുകയാണ്. റിയാദിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത്. വെള്ളപ്പൊക്ക സാധ്യതയ്ക്ക് വരെ ഇവിടെ സാഹചര്യം ഉണ്ടായേക്കാം എന്നും കരുതൽ വേണമെന്നുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ ഇവിടങ്ങളിൽ ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും അനുഭവപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളായിട്ടുള്ള ഖാസിം, ഹെയിൽ, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കനത്ത മഴയും അൽജഫ്, മദീന, അൽബഹ ഏരിയകളിലൊക്കെ നേരിയതോ ഇടത്തരമോ ആയിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് സൂചന. കനത്ത മഴയുടെ സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുകളും സിവിൽ ഡിഫൻസ് ഇപ്പോൾ നൽകുകയാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഏരിയകളിലോ താഴ്വാര പ്രദേശങ്ങളിലേക്കോ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടങ്ങളിൽ നീന്തൽ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന നിർദ്ദേശം. കാലാവസ്ഥ അറിയിപ്പുകൾ ഔദ്യോഗിക പോർട്ടലുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ പിന്തുടരണമെന്നും പൊതുജനങ്ങളോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ്. തലസ്ഥാന നഗരമായിട്ടുള്ള റിയാദിലും ചുറ്റുമുള്ള മറ്റ് പ്രവിശ്യകളിലും വെള്ളം കയറുന്നതിനാൽ തന്നെ അടിയന്തര പ്രതികരണ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും മുനിസിപ്പാലിറ്റി അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ചാലുകൾ വൃത്തിയാക്കൽ, ഡ്രെയിനേജുകൾ പരിപാലിക്കൽ, അടിയന്തരമായിട്ടുള്ള പ്രവർത്തന കേന്ദ്രങ്ങൾ സജ്ജമാക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി മുൻകരുതലുകൾ നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടു എന്നത് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനും ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിനും മറ്റും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആളുകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എന്തായാലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.